കൊല്ലം തെന്മലയിൽ KSRTC ബസ്സിൽ കടത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടിയെന്ന വാർത്ത വരുന്നു. തെന്മല എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. വർക്കല പുല്ലൂർമുക്ക് സ്വദേശി തൗഫീഖിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഇപ്പോൾ ഈ ബസ്സുകളിൽ ഈ കഞ്ചാവ് കടത്ത്, ലഹരിക്കടത്ത് വ്യാപകമാവുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളത് ഈ ബസ്സിൽ പരിശോധന, ആൾക്കാരെ നേരിട്ട് തന്നെ പോയി അറസ്റ്റ് ചെയ്യുന്നു, പിടികൂടുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇവിടെ തെന്മലയിൽ സംഭവിച്ചത്? പ്രജിൻ, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പോലീസും എക്സൈസും ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ വാഹനങ്ങളിൽ ലഹരി കടത്തുന്നത് പിടികൂടുന്നതിനുള്ള പരിശോധന ശക്തമാക്കിയിരുന്നു. ഇന്നലെ 12 കിലോ കഞ്ചാവ് പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:30 KSRTCയുടെ തെങ്കാശി കൊല്ലം അന്തർ സംസ്ഥാന ബസ്സിൽ നിന്നും ഇപ്പോൾ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. 7 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ വർക്കല താലൂക്കിലുള്ള കൊടുവൂർച്ചിറ എന്ന് പറയുന്ന പുല്ലൂർമുക്കിലെ കൊടുവൂർച്ചിറ ആളാണ് തൗഫീഖ്. 25 വയസ്സ് മാത്രമാണ് പ്രായം. ആന്ധ്രയിലെ തിരുപ്പതിയിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ആളുകളെയൊക്കെ തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇയാൾ പിടിയിലായിരിക്കുന്നത്. പ്രജിത്ത്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ വിശദാംശങ്ങൾ നൽകിയത്. നമുക്കിനി ഒന്ന് ശ്രീകാര്യത്തേക്ക് പോകണം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് അവിടെയുമുണ്ട് ഇതുപോലുള്ള ഒരു സംഭവം. 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അസം സ്വദേശികൾ പിടിയിലായെന്നാണ് വാർത്ത. നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ പാൻ ഷോപ്പുകൾ നടത്തിയായിരുന്നു ഈ ലഹരി വിൽപ്പന എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അജീഷ് ജയകുമാർ അതിൻ്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. അജീഷ്, ഇതെന്താണ് 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഈ പാൻ ഷോപ്പുകളൊക്കെ തന്നെ നേരത്തെ നിരീക്ഷണത്തിലായിരുന്നോ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ? പ്രജിൻ, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് സ്പെഷ്യൽ കോഡ് നടത്തിയ പരിശോധനയിലാണ് ശ്രീകാര്യത്തിൽ നിന്ന് 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. അസം സ്വദേശികളാണ് പിടിയിലായത്. അസം സ്വദേശിയായ മുഹമ്മദ് മജാറുൾ, ഇയാളുടെ സഹായിയായിട്ടുള്ള ഹാറൂൺ റഷീദ്, ഇവർ രണ്ടുപേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ ഈ നിരോധിത പുകയില വാങ്ങി കേരളത്തിൽ വിറ്റഴിക്കുന്നതായിരുന്നു. ഒരു ശ്രീകാര്യം മണിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 നില കെട്ടിടം, വീട് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇവർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഈ പാൻ ഷോപ്പുകൾ നടത്തിയിരുന്നു. അതുവഴിയായിരുന്നു ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. സ്കൂൾ കുട്ടികളെയും മറ്റുമായിരുന്നു ഇവർ വിൽപ്പനയ്ക്കായി ആശ്രയിച്ചിരുന്നത്. ഇവിടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 2500 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.